ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നടത്തിയതെങ്കിലും പിന്നീട് ആ ഒരു ലെവലിൽ നിലനിൽക്കാൻ കഴിയാതെ ഒരു ഘട്ടത്തിൽ 25,524 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിലും പിന്നീട് 25,340 വരെ അത് പോയതായിട്ട് കാണാം. ഏറ്റവും ഒടുവിൽ 25,355 ക്ലോസ് ചെയ്തതായിട്ട് കാണാം. 120 പോയിന്റിന്റെ ഒരു ഫോളാണ് ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വിപണിയെ ഇപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപ് ഫാക്ടർ ആണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ US താരിഫ് നെഗോഷിയേഷന് തയ്യാറാകാത്ത രാജ്യങ്ങളിലേക്ക് ട്രംപ് ഇപ്പോഴും ലെറ്റർ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് പുതിയ 8ഓളം രാജ്യങ്ങളിലേക്ക് ലെറ്റർ അയച്ചതായിട്ടാണ്. ഫിലിപ്പൈൻസ്, ശ്രീലങ്ക, ബ്രൂണൈ, അൾജീരിയ, ലിബിയ, ഇറാഖ്, മോൾഡോവ, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഏകദേശം 20 മുതൽ 30% താരിഫ് ആ റേഞ്ചിൽ ഉയർത്തിക്കൊണ്ടാണ് ഈ ലെറ്റേഴ്സ് അയച്ചിട്ടുള്ളത്. അത് ഓഗസ്റ്റ് 1 നിലവിൽ വരുമെന്നും ഉള്ള ഒരു വാർണിംഗ് നൽകിക്കൊണ്ടാണ് ഈ ലെറ്ററുകൾ അയച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഈ ലെറ്റർ കിട്ടിയിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണം ഏകദേശം 20-ൽ കൂടുതലായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇന്ത്യക്ക് ഇതുവരെ ലെറ്റർ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ തുടക്കം മുതൽ തന്നെ വളരെ ആക്റ്റീവായിട്ട് ഈ ട്രേഡ് നെഗോഷിയേഷനിൽ കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇതുവരെ ലെറ്റർ അയക്കാത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏതായാലും ഓഗസ്റ്റ് 1 വരെ ഈ നെഗോഷിയേഷൻ നീട്ടിക്കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഇനിയും 12 മുതൽ 13 അഡീഷണൽ വർക്കിംഗ് ഡേയ്സ് ഈ വിഷയത്തിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് സമയമുണ്ട് എന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ത്യൻ ഒഫീഷ്യൽസ് പറയുന്നത് അവരുടെ US കൗണ്ടർ പാർട്സുമായിട്ട് കൃത്യമായ നെഗോഷിയേഷൻസ് ഇന്ത്യ നടത്തിയിട്ടുണ്ടെന്നും ഇനി ബോൾ വാഷിംഗ്ടണിന്റെ കോർട്ടിലാണെന്നുമാണ്. അപ്പോൾ ഇന്ത്യ നമുക്കറിയാം US ഏകദേശം $131.84 ബില്യൺ ബൈലാറ്ററൽ ട്രേഡാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഇലക്ട്രിക് കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, പെട്രോ കെമിക്കൽസ്, വൈന് തുടങ്ങിയ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേൽ താരിഫ് കുറക്കണമെന്ന് മാത്രമല്ല, പാൽ ഉൽപ്പന്നങ്ങൾ, ആപ്പിൾ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി തീരുവ കുറക്കണമെന്നാണ് US ആവശ്യം. അപ്പോൾ ഇതിൽ കാർഷിക അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്ന് വ്യക്തമായിട്ടുള്ള മെസ്സേജ് ഇന്ത്യ ഓൾറെഡി പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നെഗോഷിയേഷൻ ഇങ്ങനെ നീണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ കാണുന്ന റിപ്പോർട്ട് ഇന്ത്യൻ കൊമേഴ്സ് മിനിസ്ട്രിയുടെ ഒരു ടീം വാഷിംഗ്ടണിലേക്ക് വീണ്ടും അടുത്ത റൗണ്ട് ടോക്കിനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഈ പ്രാവശ്യത്തെ ആ ഒരു സന്ദർശനത്തിൽ തീർച്ചയായിട്ടും ഒരു ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ US താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള അൺസർട്ടനിറ്റി തുടരുന്നതിനാൽ മാർക്കറ്റ് ഒരു ഡയറക്ഷൻ ലഭിക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ്. മോശമായ ഗ്ലോബൽ ക്യൂസിന് പുറമെ ഇന്ന് TCS പ്രസിദ്ധീകരിക്കാൻ പോകുന്ന Q1 ഏർണിംഗ്സിനെ കുറിച്ച് സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് അത്ര പ്രോമിസിംഗ് അല്ലാത്തതുകൊണ്ട് കൂടിയാണ് ഇന്ന് നിഫ്റ്റിയിൽ നല്ലൊരു ഫോൾ ഉണ്ടായത്. കാരണം വിപ്രോ, ടെക് മഹീന്ദ്ര, ഇൻഫോസിസ് പോലെയുള്ള ടോപ്പ് IT കമ്പനികളിലാണ് കാര്യമായ ഫോളിംഗ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സിൽ നമുക്കറിയാം ജൂലൈ 8 25,522 എന്നുള്ള ഒരു ലെവലിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ 25,500 മുകളിൽ നിഫ്റ്റി വന്നപ്പോൾ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 25,548 എന്ന ആ ഒരു റെസിസ്റ്റൻസ് ലെവല് അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു മൂവ് നിഫ്റ്റിയിൽ ഉണ്ടാവുമെന്ന് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിഫ്റ്റി അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ താഴോട്ടേക്ക് വരികയുണ്ടായത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ ഇനീഷ്യൽ സപ്പോർട്ട് സോൺ ആയിട്ടുള്ള 25,344 എന്നുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. ഈ ലെവലിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി ഇനിയും താഴോട്ടേക്ക് പോകാനുള്ള സാധ്യതകളാണുള്ളത്. നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്യാൻ പ്രധാന കാരണമായിട്ടുള്ള IT ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ അത് പ്രധാനമായിട്ടും TCSന്റെ റിസൾട്ട് ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോൾ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സ്ട്രീറ്റ് പൊതുവെ നടത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ അല്ലെങ്കിൽ സ്ട്രീറ്റിന്റെ ഒരു എക്സ്പെക്ടേഷൻ അത്ര പ്രോമിസിങ് ആയിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫോളാണ് ഉണ്ടായത്. പക്ഷെ നമ്മൾ ഒറിജിനലായിട്ട് ഇപ്പോൾ TCSന്റെ റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ റിസൾട്ട് നമ്മൾ പരിശോധിച്ചേക്കാണെങ്കിൽ റവന്യൂവിൽ 1.3% ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് 63,437 എന്നുള്ള ഒരു റവന്യൂ ആണ് കാണുന്നത്. ഇത് ബ്ലൂംബർഗിന്റെ ഒരു എസ്റ്റിമേറ്റ് ആയിട്ടുള്ള 64,636 അടുത്ത് വന്നിട്ടില്ല. അപ്പോൾ റവന്യൂവില് സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്യാൻ TCSന്റെ റിസൾട്ടിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഓപ്പറേറ്റിംഗ് മാർജിൻസ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. എബിറ്റോ മാർജിന് അത് Q4 24.2% ഉണ്ടായിരുന്നത് ഇപ്പോൾ 24.5 ഒരു 30 ബേസിസ് പോയിന്റിന്റെ ഒരു അപ്സൈഡ് ഉണ്ടായിട്ടുണ്ട്. അത് സ്ട്രീറ്റ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് 6% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 12,760 നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് സ്ട്രീറ്റ് എക്സ്പെക്ടേഷന് ബീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ 12,263 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആണ് സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു
നെറ്റ് പ്രോഫിറ്റാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റിൻ്റെ ആ ഒരു മേഖലയിൽ TCS സ്ട്രീറ്റിനെ ബീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതുകൂടാതെ കമ്പനിയുടെ ഫ്യൂച്ചർ കോൺട്രാക്ട് വാല്യൂ അത് 9.4 ബില്യൺ ആണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ Q4 അത് 12.2 ബില്യൺ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ രേഖപ്പെടുത്തിയിട്ടുള്ള 9.4 ബില്യൺ അത് സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ആയിട്ടുള്ള 8 to 9 ബില്യൺ എന്ന ഒരു ലെവലിൽ നിന്ന് മുകളിൽ ആണ് എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണാം. എങ്കിൽ പോലും 1.3% മാത്രമുള്ള ഒരു റവന്യൂ ഗ്രോത്ത് അത് തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്ന ഒരു റിസൾട്ട് അല്ല, അല്ലെങ്കിൽ അത്രയധികം ഒരു പ്രോമിസിങ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ TCSന്റെ ഈ ഒരു മിക്സഡ് ആയിട്ടുള്ള റിസൾട്ട് അത് മറ്റ് IT കമ്പനികളിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തീർച്ചയായിട്ടും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ പെർഫോമൻസിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. അപ്പോൾ IT സ്റ്റോക്കുകളുടെ അണ്ടർ പെർഫോമൻസ് മാത്രമല്ല, റിലയൻസിൻ്റെ അണ്ടർ പെർഫോമൻസും നിഫ്റ്റിയെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ റിലയൻസിൻ്റെ ആ ഒരു ഹൈ ആയിട്ടുള്ള 1551 എന്ന ലെവലിൽ നിന്നും 1517 റിലയൻസ് ഇൻഡസ്ട്രീസ് വന്നതായിട്ട് കാണാം. അപ്പോൾ ഏകദേശം 3% ഫോളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ റിലയൻസിൻ്റെ ഈ ഒരു പ്രൈസ് ഫോളിന് 2 കാരണങ്ങളാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഒന്ന്, എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്സിൻ്റെ ഇന്ത്യയിലുള്ള ഓപ്പറേഷനുള്ള അപ്രൂവൽ ഓൾറെഡി ഗവൺമെൻറ് നൽകിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ ടെലികോം വിപണിയെ അടക്കി വാഴുന്ന ജിയോയ്ക്ക് ഇത് കാര്യമായി പരിക്കേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് റിലയൻസിൻ്റെ ഒരു ഡൗൺ ട്രെൻഡിനെ ഒന്നാമത്തെ കാരണമായിട്ട് നമ്മൾ കാണുന്നത്. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ റിലയൻസിൽ കാണുന്നത് അതിൻ്റെ IPOയിൽ നിന്നുള്ള താൽക്കാലികമായിട്ടുള്ള പിന്മാറ്റമാണ്. ഇപ്പോൾ 2019 അംബാനി പറഞ്ഞത് ജിയോയും അതേപോലെ തന്നെ ഈ റിലയൻസ് റീറ്റെയിലും ഈ 2 പ്രധാനപ്പെട്ട ഇവരുടെ സബ്സിഡിയറീസും 5 വർഷത്തിനുള്ളിൽ ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രോമിസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷം റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് 2025 ജിയോയുടെ പ്ലാറ്റ്ഫോം ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നും അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് IPO ആയിരിക്കുമെന്നും ഒക്കെയായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ അൺഒഫീഷ്യൽ സോഴ്സുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം മുകേഷ് അംബാനി ഈ ഒരു IPO ഈ വർഷം ഉണ്ടാകില്ല എന്ന് പറഞ്ഞതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു IPO വരുമെന്നുള്ള പ്രതീക്ഷയിൽ റിലയൻസിൽ പൊസിഷൻ എടുത്തിട്ടുള്ള ധാരാളം ഇൻവെസ്റ്റേഴ്സിനെ ഇത് നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഷെയർ ഹോൾഡേഴ്സ് ക്വാട്ടയിൽ കൂടുതൽ അപ്ലിക്കേഷൻ സാധ്യത ഉള്ളതുകൊണ്ടും അത് കൂടുതൽ അലോട്ട്മെൻറ്റുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ഈ സ്റ്റോക്ക് വാങ്ങിക്കൂട്ടിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു തീരുമാനം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫോള് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ റിലയൻസിൽ കാണാൻ കഴിയും. അപ്പോൾ റിലയൻസിൻ്റെ ഒരു ഫോള് നമുക്കറിയാം. റിലയൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപ്പുള്ള 20 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പുള്ള നിഫ്റ്റിയിലെ ടോപ്പ് കമ്പനിയാണ്. അതുകൂടാതെ 7.77 വെയിറ്റേജ് ആണ് നിഫ്റ്റി 50യിൽ റിലയൻസിനുള്ളത്. ഇത് 3ാമത്തെ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ് റിലയൻസ്. ഇപ്പോൾ റിലയൻസിൻ്റെ അണ്ടർ പെർഫോമൻസ് തീർച്ചയായിട്ടും നിഫ്റ്റി 50യെ ബാധിക്കും. അതാണ് നമ്മൾ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ കാണുന്നത്. അതുകൂടി നമ്മളിവിടെ നോട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്നാൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്ക് അണ്ടർ പെർഫോമിംഗ് ആണെങ്കിലും അവരുടെ തന്നെ മറ്റൊരു സബ്സിഡിയറി ലിസ്റ്റഡ് കമ്പനി ആയിട്ടുള്ള ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് അത് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയിലെ നിഫ്റ്റി 50 0.23% ഡൗൺ ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് 0.39% ഡൗൺ ആണ്. നിഫ്റ്റിയെ തീർച്ചയായിട്ടും അണ്ടർ പെർഫോം ചെയ്തിട്ടാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഉള്ളത്. എന്നാൽ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ 1.87% അപ്പായതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കറിയാം ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൽ തുടർച്ചയായിട്ട് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ബ്ലാക്ക് റോക്കുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ആ ഒരു ഫൈനാൻഷ്യൽ പ്ലാറ്റ്ഫോം അത് കൂടുതൽ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 72.2 ട്രില്യൺ റുപ്പീസിൻ്റെ വലിയൊരു ഇൻഡസ്ട്രിയാണ്. ആ ഒരു ഇൻഡസ്ട്രിയെ ഡിസ്റപ്റ്റ് ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് ജിയോയും ബ്ലാക്ക് റോക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി 3 ഡെറ്റ് ഫണ്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ജിയോ ബ്ലാക്ക് റോക്ക് അതുവഴി അവർ 17,800 കോടിയുടെ ഒരു ഫണ്ടാണ് ഓൾറെഡി റൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ജിയോ ബ്ലാക്ക് റോക്ക് എന്നുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു വാല്യൂ ആണ് ഇത് വ്യക്തമാക്കുന്നത്. വിതിൻ ഡേയ്സിൽ ഇത്രയധികം AUM ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും നല്ല തോതിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതായിട്ടാണ് കാണാൻ കഴിയുക. ഇനീഷ്യലായിട്ടുള്ള ഈ ഒരു വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൂടുതൽ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 1 ഡസനോളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ, പ്രത്യേകിച്ച് ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് അവർ ഇതുവരെ കാലെടുത്ത് വെച്ചിട്ടില്ല. നിലവിൽ ഡെറ്റ് ഫണ്ടുകളിൽ മാത്രമാണ് അവരുടെ ന്യൂ ഫണ്ട് ഓഫേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ കൂടി എൻട്രി ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പാസീവ്
മ്യൂച്വൽ ഫണ്ടുകളിൽ, ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ പുതിയ പുതിയ സ്കീമുകൾ ഇറക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ തയ്യാറെടുക്കുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും സ്മോൾ ടിക്കറ്റ് സൈസും ലെസ് എക്സ്പെൻസ് റേഷ്യോ ഒക്കെയുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കീമുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു പോസിറ്റീവ് മൂവാണ് നമ്മളിപ്പോൾ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.